സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് ചരിത്രത്തിൽ ആദ്യമായി 70,000 രൂപ കടന്നു. പവന് 200 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. നമുക്ക് നോക്കാം ഈ വർധന എങ്ങനെയാണ് സംഭവിച്ചത് എന്നത് വിശദമായി നമ്മൾ പരിശോധിച്ചാൽ 2005 മുതലുള്ള വർധന പ്രേക്ഷകർക്ക് കാണാം. 2005 ഒരു പവന് 4,550 രൂപയായിരുന്നു സ്വർണ്ണത്തിന്. 2005 20 വർഷം കൊണ്ടുള്ള വർധന നോക്കൂ. 2008 ആകുമ്പോഴേക്കും 8,892 ആവുന്നു. 2011 ആകുമ്പോഴേക്കും പവന് 11,077 രൂപ. 2013 ആകുമ്പോഴേക്കാണ് 20,000 കടന്ന് 22,000 എത്തുന്നത്. 7 വർഷം കൊണ്ട് 10,000 രൂപ കൂടുന്നു. 32,000 രൂപയിലേക്ക് എത്തുന്നു 2020 ആകുമ്പോഴേക്കും. പിന്നീട് അങ്ങോട്ട് വളരെ വലിയ രീതിയിലുള്ള വർധനവ് 2020 നിന്ന് 23 ആകുമ്പോഴേക്കും കോവിഡിനു ശേഷം 12,000 രൂപയുടെ വർധനമാണ് പവന് ഉണ്ടാവുന്നത്. 32,000 രൂപയിൽ നിന്ന് 44,000 കുതിച്ചുയരുകയാണ്. അവിടെ നിന്ന് 2024 ആകുമ്പോൾ ഒറ്റ വർഷം കൊണ്ട് 6,200 രൂപയുടെ വർധനവുണ്ടാവുന്നു. 50,000 പിന്നിടുന്നത് 2024 നോക്കൂ. 2024 മുതൽ 2025 വരെയുള്ള സമയത്തിനിടയിൽ 50,200 രൂപയിൽ നിന്നും 70,160 രൂപയായിട്ട് ഏകദേശം 20,000 രൂപയായിട്ട് കേവലം ഒരു വർഷം കൊണ്ടാണ് വർധനമുണ്ടായിരിക്കുന്നത്. നോക്കണം, 2013 മുതൽ 2020 വരെ 10,000 രൂപ വർദ്ധിച്ചു. അതായത് 7 വർഷം കൊണ്ട് 10,000 രൂപ വർദ്ധിച്ച ഇടത്തു നിന്ന് ഒരു വർഷത്തിനിടയിൽ വർദ്ധിച്ചിരിക്കുന്നത് 20,000 രൂപയാണ്. ഈ വർധനവ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ട്രംപിൻ്റെ പുതിയ നയങ്ങൾ, ചൈനയുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിലവർധനയുടെ കാരണമായി പറയുന്നത്. പക്ഷേ ഈ വർധനവ് അടുത്ത കാലത്ത് കഴിഞ്ഞ 10 വർഷങ്ങളിലുണ്ടായ മാറ്റം നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2005 വർഷം കൊണ്ടുണ്ടായ മാറ്റം നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ 2020 32,000 ആയിരുന്നത് 2025 ആകുമ്പോഴേക്കും 70,000 മാറിയിരിക്കുന്നു. അതായത് 5 വർഷം കൊണ്ട് ഇരട്ടിയിലധികമാണ് സ്വർണത്തിന് വില വർദ്ധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. സ്വർണം അങ്ങനെ പിടിതരാതെ റോക്കറ്റ് പോലെ കുതിക്കുകയാണ്.